പരിപ്പും ചക്കയും കൂടിയിട്ട് ഇടിഞ്ചക്കയില്ലേ, കടച്ചക്കയല്ല ഇടിഞ്ചക്ക, നമുക്ക് കറി വയ്ക്കാം. ഓക്കെ, പരിപ്പ് കുക്കറിലിടുന്നുണ്ട് വേകാൻ. അതിനോടൊപ്പം 3 പച്ചമുളക്, പിന്നെ ചെറിയുള്ളി, നമുക്ക് ആവശ്യാനുസരണം ചെറിയുള്ളി കേട്ടോ ഇടണ്ടേ. പിന്നെ അതിലേക്ക് നമുക്ക് തക്കാളി. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പ് മാറിയിട്ട് തന്നെ തക്കാളി ആയാലും പച്ചമുളകായാലും തണുപ്പ് മാറിയ ശേഷം മാത്രമേ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാ സാധനവും ഫ്രിഡ്ജിൽ വെച്ച് എല്ലാ സാധനവും സ്പീഡിലായി എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരിക്കലും, പാലായാലും ശരി, നല്ല തണുപ്പ് വിട്ട ശേഷം മാത്രമേ കുക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ടാണ് കേട്ടോ നമുക്കിവിടെ പറയാൻ വന്നത്. ഞാൻ ഇവിടെ വെക്കുന്നത് പരിപ്പും മുരിങ്ങക്കായ്, മാങ്ങ, ചക്ക. ഓക്കെ, അതെല്ലാം ഇട്ടിട്ടൊരു കറി വെക്കാൻ പോണേ. നമുക്കിത് കുക്കറിലിട്ട് വേവിക്കാൻ വെക്കാം. ചക്ക ഇതാ ഇങ്ങനെ അരിഞ്ഞു കണ്ടോ, ഇതാ ഈ അളവിൽ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങക്കായ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചക്കയും മുരിങ്ങക്കായും വേകാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ചെറിയുള്ളി, പരിപ്പ്, പച്ചമുളക്, തക്കാളിയും കൂടി കുക്കറിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വേകട്ടെ. അതൊന്നും ചേർത്തിട്ടില്ലേ, വേകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, അത് ഒന്ന് വേവട്ടെ. വെന്ത ശേഷം നമുക്കതിലേക്ക് ആഡാക്കാം. ചക്ക വേകാനിട്ടുണ്ട്, പരിപ്പും വേകാനിട്ടുണ്ട്. കുക്കറിൽ പരിപ്പ്, ചക്ക സെപ്പറേറ്റ്. അത് വേകുമ്പോഴേക്കും നാളികേരം, നല്ല ജീരകം കേട്ടോ, പെരുംജീരകമല്ല, നേരെ നോക്കണേ. രണ്ടും കൂടി നമുക്ക് അരച്ചിട്ട് വരാം. നാളികേരം ജീരകവും കൂടി നമുക്ക് അരച്ചിട്ട് വരാം. ഒരുവിധം നല്ലോണം വന്നിട്ടില്ല. നമുക്ക് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ചേർത്തിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. വേകട്ടെ കേട്ടോ നന്നായിട്ട്. വേകട്ടെ. വെന്തിട്ടിട്ട് ചക്കയും മുരിങ്ങക്കായി നമുക്കിതിലേക്ക് പരിപ്പ് കൊട്ടാട്ടോ. പരിപ്പ് ഉടഞ്ഞിട്ടുണ്ട്, അത് കൊട്ടാം. ഇതിലേക്ക് നമ്മൾ പരിപ്പ് വെന്തത് കൊട്ടിയിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കാണുമ്പോൾ ഒരു വെള്ള കളർ പോലെ ഉണ്ട്. പാകത്തിന് എരിവുള്ളത് കൊണ്ടാണ്. ഞാൻ നിറയെ എരിവിടില്ല, ഉപ്പും പാകത്തിന് ഇടാറുള്ളൂ. ഇളക്കിയിട്ടുണ്ട്. ഇതിലേക്ക് മാങ്ങ അറുത്തച്ചതിടാം. മാങ്ങ കേട്ടോ, മാങ്ങ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി തേങ്ങയും ജീരകവും കൂടി അപ്പോഴും അരക്കാൻ പോയില്ല, അതാ അരച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. വെള്ളം പാകത്തിന് ഫസ്റ്റ് ഒഴിച്ച കാരണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് കുറുകിയ നമ്മൾ കറക്റ്റാവും. ഒന്ന് തിളയ്ക്കണം. തേങ്ങയും മാങ്ങയൊക്കെ ഇട്ടിട്ടില്ല ഇപ്പോൾ, അത് നല്ലപോലെ ആവട്ടെ കേട്ടോ. ഓക്കെ, തിളയ്ക്കുമ്പോൾ മാങ്ങയും തേങ്ങയൊക്കെ ഇട്ടു. കണ്ടോ, എല്ലാം പാകത്തിന് വേവായി. നമുക്കിത് ഓഫാക്കാം കേട്ടോ. ഓഫാക്കിയിട്ടുണ്ട്. ഇത് മൂടി വയ്ക്കാം. എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് താളിക്കാൻ ചെറുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ കായട്ടെ. നമുക്ക് അതിലേക്ക് കടുക് ഇടാം കേട്ടോ. അതാ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞ ശേഷം മാത്രം, ശബ്ദം കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞ് മാത്രം നമുക്ക് ചെറിയുള്ളിയല്ല വെളുത്തുള്ളി
നന്നായി ഇളക്കുക. ഒരു ബ്രൗൺ നിറം ആവണം കേട്ടോ. ഓക്കെ, നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് എല്ലാ വീഡിയോസിൽ നല്ല ഭംഗിയുള്ള ചട്ടിയൊക്കെ കണ്ടു. നമുക്കുള്ള ചട്ടിയിൽ നമ്മൾ വയ്ക്കാം. ഇനി കടയിൽ പോയിട്ട് ഭംഗിയുള്ള ചട്ടിയൊന്നും മേടിക്കാനൊന്നും നിൽക്കുകയൊന്നും വേണ്ട. നമ്മൾ ഇതിൽ ചെയ്യുന്ന ചേരുവകളും ടേസ്റ്റൊക്കെ നോക്കിയാൽ മതിയേ. ചട്ടിയൊന്നും ഭംഗിയൊന്നുമില്ല, എൻ്റെ കയ്യിലുള്ളത് കൊണ്ടല്ലേ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ നമുക്കിതിലേക്ക് ഇത് ഓഫാക്കാം. ബ്രൗൺ നിറമായിട്ടുണ്ട്, ഓഫാക്കി നമുക്കിത് തുറക്കാം. നമുക്കിതിനെ പിടിക്കാൻ നമുക്കിത് കൊട്ടാം. എന്താ വാവ്, സൂപ്പറായില്ലേ? അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി. പരിപ്പും മുരിങ്ങക്കായും മാങ്ങയും ചക്കയൊക്കെ ഇട്ട മുരിങ്ങക്കായ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കി പറയരുത്. സൂപ്പറാണ്, നല്ല രസമുള്ള ടേസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ബായ്. അടുത്ത വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. ബായ്.